വിനൂസ് ലൈക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായാണ്. ഒരു ഉള്ളിവടയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ സവോളയാണ്. ഈ സവോള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എത്ര കട്ടി കുറച്ചറിയാവോ അത്രയും കട്ടി കുറച്ച് തന്നെ ഇത് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഇഞ്ചിയാണ്. ഞാനിവിടെ ഒരു 2-3 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതേപോലെ തന്നെ നമുക്ക് പച്ചമുളകും ഇതിലേക്ക് ആവശ്യമാണ്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് ഏറ്റവും കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിനോടൊപ്പം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആവശ്യമാണ്, നമ്മുടെ കറിവേപ്പില ഞാനിവിടെ അരിഞ്ഞാണ് ചേർക്കുന്നത്. കാരണം അത് ഇച്ചിരി വലിപ്പമുള്ള കറിവേപ്പിലയാണ്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന കറിവേപ്പിലയ്ക്ക് ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം ഇതും ചേർത്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഈ സവാളയെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കണം. കുറേ നമ്മൾ ഇത് കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ് കളയുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ ഒരു പരുവത്തിൽ നമ്മളിതിനെ കൈകൊണ്ട് തിരുമ്മി അതിൻ്റെ ജ്യൂസൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിതിനെ ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഷെയർ ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു സവാളയുടെ ആവശ്യം മാത്രമേ നമുക്കിതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഉള്ളി 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലപ്പൊടിയാണ്. 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഈ മസാലപ്പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മുടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി അല്ലെങ്കിൽ കടലമാവ് നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദ വെച്ചാണ് ചെയ്യുന്നത്. 2.5 കപ്പ് മൈദയാണ് ഞാനിവിടെ 1 കിലോ സവോളയ്ക്ക് എടുത്തേക്കുന്നത്. ഈ മൈദ നമ്മൾ പല ബാച്ചുകളിലായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ പാകത്തിനുള്ള അളവിലെടുക്കുക. ഞാനിപ്പോൾ 1 കിലോ സവോളയ്ക്ക് 2.5 കപ്പ് മൈദ ചേർത്തപ്പം ഏകദേശം കറക്റ്റായിരുന്നു. അതൊത്തിരി വെള്ളം കൂടി പോകരുത്, ഒത്തിരി കട്ടിയായി പോകരുത്. നമ്മളിത് പരത്തി കഴിയുമ്പം അത് ആ ഒരു ഷേപ്പിൽ തന്നെ ഇരിക്കണം, അടർന്നു പോകാത്ത രീതിയിൽ. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം ഞാനിത് മുഴുവൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ശേഷം നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് പരത്തി നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിങ്ങനെ പരത്തി കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. നമ്മളിത് ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലൊന്നും അത് അടർന്നു പോകത്തൊന്നുമില്ല. അതേ സെയിം ഷേപ്പിൽ തന്നെ ഇരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്യുമ്പം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും. ഉള്ളി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിവടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊരു കയ്പ്പ് രസമായിട്ട് നമുക്ക് തോന്നും. അതേസമയം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുവാണെങ്കിൽ ഉള്ളിയൊന്നും കരിയത്തില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള വേവ് കിട്ടും. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യുക, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഈ ഉള്ളിവട ഉണ്ടാക്കാൻ ഒരുപാട് നേരം നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി വേവാൻ ഒത്തിരി സമയമൊന്നും എടുക്കില്ല, പെട്ടെന്നാകും. അപ്പോൾ ഒരു വശം വെന്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡിയാകും. അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു വശം വെന്തു. ഇനി മറ്റൊരു വശവും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഉള്ളിവട ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ ഉള്ളിവട വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.